ഹലോ ഗൈസ്, നമുക്കിന്ന് പുറത്ത് നല്ല കഴിക്കും പുറത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്താക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പിടുക, പിന്നെ കുറച്ച് ഓയിൽ കൂട്ടിയിട്ട് മിക്സ് ആക്കാം. പിന്നെ നമുക്ക് എന്താക്കുക, കുറച്ച് ഇളം ചൂടുവെള്ളയിൽ നമുക്ക് കൈയിട്ടൊക്കെ പൊള്ളാത്ത പോലത്തെ ഒരു നോർമൽ ചൂടുവെള്ളം, ആ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പാങ്ങലെ മിക്സ് ആക്കാം, നല്ല പാങ്ങലെ കുഴച്ചിട്ടെടുക്കാം. അത് നല്ല സോഫ്റ്റ് ആവോളം നല്ല പാങ്ങലെ കഴിച്ചിട്ട് അതിനെ കുറച്ച് സമയം റെസ്റ്റ് ആവാൻ ഒരു സൈഡ് വെക്കാം. ഇതിലേക്ക് നമുക്ക് എന്താക്കാം, ഒരു ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പും ഒരു മുളകും മുറിച്ചിട്ട് വെക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് പീസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കഴിഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ചിട്ട് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളക് മല്ലിച്ചപ്പല്ലില്ലേ, അതെല്ലാം നമുക്ക് ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി എല്ലാം ഇടാം. എന്നിട്ട് നമുക്ക് എന്താക്കുക, മിക്സിയിലിട്ടിട്ട് നല്ല പാങ്ങലടിച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത് മിക്സിയിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഓറിഗാനോ പിന്നെ കുറച്ച് സോയാ സോസ് ഇട്ടിട്ട് രണ്ടാമതും അടിക്കാം. അപ്പോഴേക്ക് നമ്മൾ ചിക്കൻ ഈ ഒരു ഇരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മസാല റെഡിയായി മോമോസിൻ്റെ. നമുക്കിനി ബാക്കിയിലേക്ക് പോവാം. പിന്നെ നമ്മൾ നേരത്തെ മൈദേനെ കഴിച്ചിട്ടുണ്ടായിട്ടേ അതിനെടുക്കുക. എന്നിട്ട് നമുക്ക് എന്താക്കുക, അതിന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് അതിന് നമുക്ക് എന്താക്കുക, നല്ല പാങ്ങല പെരത്തിയിട്ടെടുക്കാം. നല്ല കയ്യിൽ എത്ര പാങ്ങല പെരത്തിയിട്ടെടുക്കുക, എത്ര വലുതാന്ന് അത്ര ആക്കിയിട്ടെടുക്കാം. പിന്നെ നമുക്ക് എന്താക്കുക, അതിന് നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ടെടുക്കുക. ഈ ഒരു വലുപ്പത്തിന് മുറിച്ചിട്ടെടുക്കുക. അതിന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മോമോസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് മേങ്ങുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്കിത് കിട്ടുന്നത്. കുറച്ച് അതിന് ഷേപ്പാക്കാൻ മാത്രം കുറച്ച് പണി പറ്റിയിരുന്നു. ഞങ്ങൾക്ക് അത് കുറച്ച് ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിന്. അതിനെ വലിയ ഇതാക്കാൻ അറിയാത്തത് കൊണ്ട്, ഷേപ്പാക്കാൻ അറിയാത്തത് അന്നെങ്കിൽ മോശമില്ല, ശരിയായിന്. അങ്ങനെ ശരിയാവാത്തതായിട്ട് പിന്നെ നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓരോന്നിനെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ വീഡിയോ ഒന്ന് നേരെ എടുക്കാൻ കഴിഞ്ഞിട്ട് ഗൈസ്, നോമ്പോർക്കുന്ന തിരക്കിലായിപ്പോയി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.